Hi friends, welcome back to my YouTube channel Commerce Master. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് അക്കൗണ്ട്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റൂൾ അതെല്ലാം നമ്മൾ സിംപ്ലി നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. വാട്ട് ഈസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് there are records, book of records which record the transactions in which they are occur എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഇടപാട്, ആ ഇടപാട് എങ്ങനെയായിരിക്കണം, അതിൻ്റെ സംഭവിക്കുന്ന രീതി, മീൻസ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയും. അതായത് ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ, അതിനെയാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ സംഭവിക്കുന്ന സമയത്ത് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തുന്നത് 8 ടൈപ്പ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രീസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അതെ, ഒന്നാമത്തേതാണ് ജേണൽ എൻട്രി. ജേണൽ അല്ലേ? രണ്ടാമത്തേതോ? അത് തന്നെ, ക്യാഷ് ബുക്ക്. അതാണ്, ക്യാഷ് ബുക്കാണ്. ജേണലുണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയാം, പർച്ചേസ് ഡേബ്. പിന്നെ വരുന്നത് എന്താണ്? സെയിൽസ് ഡേബ്. പിന്നെ പർച്ചേസ് റിട്ടേൺ ഡേബ്, സെയിൽസ് റിട്ടേൺ ഡേബ്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് in the order in which they occur, and also it is defined as a book containing chronological record of transactions originally entered under double entry system. എന്ത് മനസ്സിലായി? ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് occurring first, that should be recorded in first, then the second, the third, like that. In that chronological order, 1, 2, 3, that the transactions are kept in a book called journal. ഈ ജേണൽ നമ്മൾ കൂടുതൽ പറയുമ്പോൾ ജേണൽ ആണ് ഫസ്റ്റ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് ജേണൽ എൻട്രി ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ രേഖപ്പെടുത്തുന്നതിന് നമുക്ക് എന്ത് വേണം? അറിവുണ്ടാകണം. ഏതറിവ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, ഇതെന്ത് ചെയ്യണം? നമ്മൾ അറിയണം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അണ്ടർ ഇംഗ്ലീഷ് അപ്രോച്ച് അല്ലേ? അതെ, ഇംഗ്ലീഷ് അപ്രോച്ചിലാണ് ഈ മൂന്ന് പ്രിൻസിപ്പിൾ ഉള്ളത്. പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. മനസ്സിലായല്ലോ? അതായത് ഈ ജേണലിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ ജേണൽ എൻട്രി എന്ന് പറയും. എന്താണ്? ദ ട്രാൻസാക്ഷൻസ് റെക്കോർഡ്സ് ഇൻ എ ജേണൽ കോൾഡ് ജേണൽ എൻട്രീസ്, ഓർ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് ടേംഡ് ആസ് ജേണലൈസിങ്. എന്തെന്ന് പറയും? ജേണൽ എൻട്രി എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ, വാട്ട് ഈസ് ജേണലൈസേഷൻ?
Journalization is a process of recording transaction in a journal. It's called, that process is called journalization. And the transactions entered in the journal are called journal entries. What's the difference between journalization and journal entry? Can anybody tell? You should tell. What is that? The process of recording transaction in a journal is termed as journalization, and the recorded or ended, in other words we can call it ended, in the journal are called journal entries. So this is the very basic thing. One who wish to become an accountant or any commerce professionals should be turned into accounting profession, you have to care about these principles. So this, in my humble opinion, that anyone can, you don't worry, anyone can learn accounting, but this is the basic thing. You should have knowledge and you should have a concept. This is a double entry principle. If you pay something, maybe the cash, maybe cash gone, but you got a service, a product or service, surely you got, but you didn't forget that one. If you pay something for a service, you should pay the cash only, but your cash balance may be reduced, but the same time you got a product or service, that should be accounted in our double entry principle. This is the difference between this is a scientific term of principles of accounts, but in common man what they do only single entry. Okay, cash gone, okay, we will account how my money gone, or from bank or check something, whatever, maybe in credit, but that is the only thing. But in double entry principle, you have to take care about of the other aspect, maybe cash, maybe check, maybe bank, maybe creditor, maybe someone, like that, whatever may be. So entries in journal is very important. Even the students and the non-commerce person should keep on their views or their basic awareness about this journal entry is very important. As an accountant, you have to do this journal entries posted to other ledger account. But firstly, what you know? You know about what is journal entry. Is it right? Yes. This is the thing. For each transaction, journal entry is a separate entry as recorded. Before recording, the transaction is analyzed to determine which amount is to be debited and which amount is to be credited. മനസ്സിലായല്ലോ? അതായത് ഓരോ ട്രാൻസാക്ഷന് സെപ്പറേറ്റ് പ്രത്യേകം എൻട്രികൾ എഴുതണം. അത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തു വേണം? ഈ ട്രാൻസാക്ഷൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് എന്തൊരു അക്കൗണ്ടാണ്, എന്തൊരു ട്രാൻസാക്ഷനാണ്, അത് നമ്മൾ അറിയണം, വേണ്ടേ? അത് വിശകലനം ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റൂ? വിച്ച് അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ആൻഡ് വിച്ച് അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. യു ഹാവ് ഓൺലി യു ഗെറ്റ് awareness. In the date column, the date of the transaction is recorded. So what are the format of journal is first date, then there is a column called L bar F, that is called ledger folio.
Then next column called particulars. It's a very big column, maybe 5 to 6 centimeter long, for because we have to record the transactions in this column, so we want more space. Then there is another column called debit, DR, and credit, CR. This is the form of a ledger, journal. This journal is our Bible. Okay. എന്താ പറഞ്ഞ വല്ല മനസ്സിലായോ? ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റുള്ള കേരളം അല്ലാതെ അല്ലെങ്കിൽ മലയാളികളല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് പഠിച്ചോട്ടെന്ന് കരുതിയ. അതായത് ജേണൽ ബുക്കിന് ഒരു ഡേറ്റ് കോളം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കോളം L/F എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഫോളിയോ എന്ന് പറയും. അതെന്തുവാന്ന് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടാവും. പിന്നെ നമ്മളൊരു ഡെബിറ്റ് DR-ന് കോളം, ഒരു കോളം, പിന്നീട് CR-ന് കോളം. ഇങ്ങനെയാണ് ആ ജേണൽ എൻട്രിയുടെ ഫോം. ഇത് പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഫോം, വാട്ട് ഈസ് difference between journalization and journal entry. What is journal? Draw a form of, means model of journal book. It should be a question, so you have to just understand and you have to do, because you know you are going to draw journal. After each entry, a description also we attach it in the bottom of each journal entry. It's called the narration. അതായത് ഈ ജേണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞിട്ട്, നമ്മളൊരു ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ബീയിങ് അല്ലെങ്കിൽ ബീയിങ് ചേർത്തിട്ട് കഴിഞ്ഞ് നമ്മളൊരു ഇത് എഴുതും. ആ ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറി, ബീയിങ് ക്യാഷ് പെയ്ഡ് ടു അരുൺ ഫോർ ദി പർച്ചേസ് ഓഫ് സംതിങ്, ലൈക്ക് ദാറ്റ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ, ഈ ജേണൽ എൻട്രി നോക്കുമ്പോൾ ആ ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ഇന്ന അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ട്രാൻസാക്ഷൻ എന്താണ് നമ്മളവിടെ ചെയ്തതെന്നറിയാം, ഈ നറേഷൻ എഴുതി വെക്കും. അത് നിങ്ങൾ പഠിക്കണം. ജേണൽ എൻട്രി വിത്ത് നറേഷൻ ഈസ് മസ്റ്റ്. ഓക്കെ. പിന്നെ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത്, ഇത് രണ്ടും എഴുതുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ എന്താണ് ഈ ട്രാൻസാക്ഷൻസ് എഴുതി വെച്ചേക്കും. അപ്പം നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലാണ്? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച റൂള്, നമ്മൾ പഠിച്ച ആ ഫോമുല, ഡേറ്റ്, ജേണലിൽ പ്രൊഫോമ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. പേര് ഞാനങ്ങ് വിട്ടുപോയി. പ്രൊഫോമ, ആ പ്രൊഫോമ ഓഫ് ജേണൽ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു ഡേറ്റ് കോളം ഉണ്ടാവും, വളരെ നീളമുള്ളൊരു പർട്ടിക്കുലർ ഒരു കോളം ഉണ്ടാവും, പിന്നെ ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, പിന്നെന്തോ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞതിനകത്ത് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഡേറ്റ് കഴിഞ്ഞാൽ പർട്ടിക്കുലേഴ്സാണ്, പർട്ടിക്കുലേഴ്സ് കഴിഞ്ഞാണ് എന്ത് വേണ്ടത്, ലെഡ്ജർ ഫോളിയോ. അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഫോമാറ്റ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലെങ്തി ആവുന്നത് ഇത് കുറച്ച് പ്രാവശ്യം അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ
റിപ്പീറ്റ് ചെയ്ത് അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ടൈം പോകുന്നത്. ആ ടൈം അത് നിങ്ങൾക്ക് ഈ റിപ്പീറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത് ഒന്നുകൂടെ മനസ്സിലാവും. ഈ പറഞ്ഞ കാര്യം അയ്യോ അതോ ഒന്ന് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴെന്താണ് ആ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നീട് നമ്മൾക്ക് ട്രാൻസാക്ഷൻസ് എന്താണ് വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ മീൻസ് that is the what is the amount debited, what is the amount credited, to whom and by whom, for what. That is the transaction. എന്തിന് എങ്ങനെ എമൗണ്ട് എത്ര തുക ഡെബിറ്റ് ചെയ്തു, എത്ര തുക ക്രെഡിറ്റ് ചെയ്തു, എന്ത് കാരണത്തിന്. ഇതാണ് ഒരു ഇടപാട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. പർച്ചേസ് ഗുഡ്സ്, സോൾഡ് മെഷീനറി, brought in for capital, purchase goods from Sunil, sold goods to Anil, salary paid, commission received, paid to Sunil, received from Anil. ഇങ്ങനെ എത്രത്തോളം ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പം ഇതിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകണ്ട. നിങ്ങൾ പഠിക്കുന്ന അത്രയും, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു ആ പഠിക്കുന്ന അത്രയും കൃത്യമായിട്ട് പഠിക്കുക. യാതൊരു സംശയത്തിന് ഇടമില്ലാത്ത രീതിയിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. കൂടാതെ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ വിലയേറിയ വീഡിയോ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും കാണും വരെ ഗുഡ് ബൈ.